ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങുവാൻ ഇന്ത്യ S-400-നായി റഷ്യയിൽ നിന്ന് 10,000 കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങുവാനുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലും പിന്നീട് 4 ദിവസത്തോളം പാകിസ്ഥാനുമായി നീണ്ടുനിന്ന സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് S-400ന്റെ സാന്നിധ്യമായിരുന്നു. ഇന്ത്യ-പാക് സംഘർഷത്തിനിടെ 6ഓളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു ചാരവിമാനവും സേന തകർത്തത് S-400 ഉപയോഗിച്ചായിരുന്നു. പാകിസ്ഥാനുള്ളിൽ 300 കിലോമീറ്റർ അകലെയായാണ് പാക് വിമാനങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തന്ത്രത്തിലെ ഗെയിം ചേഞ്ചർ എന്നാണ് S-400നെ വ്യോമസേന അന്ന് വിശേഷിപ്പിച്ചത്. ഇതോടെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി റഷ്യയുമായി 10,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഒക്ടോബർ 23-ന് നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം വ്യോമസേനയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സ്ക്വാഡ്രോണുകൾ ചേർത്ത് S-400 ഇൻവെന്ററി വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 2018-ൽ റഷ്യയുമായുള്ള കരാറിൽ സംബന്ധിച്ച 5 സ്ക്വാഡ്രോണുകളിൽ 3 ഇതിനകം വിതരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം കാരണമാണ് 4ാമത്തെ സ്ക്വാഡ്രോണിന്റെ വിതരണം വൈകിയത്.